നമസ്കാരം. കൈക്ക് പൊടിയൊന്നും വെച്ചാലോ? സോറി കേട്ടാ, സാനിറ്റൈസർ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ കാണിച്ചു തരാം മക്കളെ, ഇന്ന് കണ്ടു നോക്ക്. ബില്ല് തൊട്ടിട്ട് ഞാൻ ഇതിൽ തൊട്ടുണ്ടോ, അല്ലാതെ റെസ്റ്റോറന്റുകാർ ഇതിൽ തൊട്ടുന്നു തെർമൽ പേപ്പർ വെച്ചിട്ട് അശുദ്ധമാക്കിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ തൊട്ടായിരുന്നു, തെർമൽ പേപ്പർ കൈ തൊട്ടിട്ട് ഇതിലൊക്കെ തൊട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഫുഡിൻ്റെ അടുക്കലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഇടുന്നു, പതപ്പിക്കണു, എന്നിട്ട് മുഴുവനാക്കി ദാഹിച്ചിട്ട് നിൽക്കുന്ന സമയത്തില്ലേ ഇത് പൊട്ടിച്ചിട്ട് കുടിക്കും. ഇവൻ എന്താ സോപ്പെല്ലാം ഉപയോഗിച്ചിട്ട് എന്തെന്ന് റീച്ചൊക്കെ കളിക്കുന്ന കളി. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കാര്യം ശ്രദ്ധിച്ചിനാ എന്ത് സംഭവം? ഓൻ കഴുകുന്ന ബേസ് കണ്ട, അത് സൂം ചെയ്ത് നോക്കല്ലോ, കാണിച്ചാരാ. ബേസ് കണ്ട ചളി പിടിച്ചിട്ട്, സൈഡിലുള്ള ചളി പിടിച്ചിട്ടിടാ. ഇതൊന്നും ഓന് കഴുകാൻ സമയമില്ല. ഓൻ കഴുകുന്ന എന്താ അറിയോ, ഇത് സോപ്പിട്ട് കഴിയുന്നത്. പെപ്സി കൊക്കക്കോള എല്ലാം സോപ്പ് ഇട്ടിട്ടും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടെല്ലാം കഴുകുന്നത്. എമ്മാതിരി നമ്മളെ മിക്സി ഇല്ലേ, മിക്സിന്റെ ജാറ് വെച്ച സ്ഥലം നോക്ക്, ബേസിന്റെ സൈഡിൽ വെച്ചത്. അതിലൊന്നും ബാക്ടീരിയ കയറിയില്ല. ഈ കഴുകിയ ബാക്ടീരിയ അതിൽ കയറൂലെന്ന് തോന്നുടാ. എന്തെല്ലാം ഇത് കാണേണ്ടതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ കൈ വെച്ച് ഞാൻ തൊടുന്നില്ല, കാരണം ഇതിനെ പുറത്തൊക്കെ ഞാൻ തൊട്ടിട്ടുള്ളതുകൊണ്ട് എന്റെ കൈ അത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൈ കഴുകിയ ഒരാൾ തരത്തെ ഈ കവറ് ഈ പാത്രത്തിൽ മുട്ടിക്കാണ്ട് വേണം അങ്ങോട്ട് ഫുഡ് മാറ്റാനായിട്ട്. നോക്കിക്കോ, ഭക്ഷണം അതില് തട്ടിക്കൂടാന്ന്, കവറ് അതിൽ തട്ടിക്കൂടാ. എന്റെ വീട്ടില് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ തട്ടി ആ വീഡിയോ അവനെ കട്ടാക്കി, തട്ടി ശരിക്കും ആ വീഡിയോ അവൻ അവിടെ കട്ടാക്കി. സൂം ചെയ്ത് കാണിച്ചാട്ടാ, നോക്കിക്കോ, കണ്ടില്ലേ, തട്ടി അവൻ ശരിക്കും അവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടാറ്റാ ബൈ ബൈ. ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നത്, തിരക്ക് കിട്ടിച്ച എന്തെല്ലാം കാണണ്ട മക്കളെ. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ.